ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങളെല്ലാവരും തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ അകാല കൗമാരമാണ്. മെൻസ്ട്രേഷൻ റിലേറ്റഡ് ഡിസോർഡേഴ്സിൻ്റെ ആ സീരീസിലെ 4ാമത്തെ വീഡിയോ ആണിത്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടിട്ട് വരിക. സോ ഇന്നത്തെ ടോപ്പിക്ക് പ്രിക്കോഷ്യസ് പ്യൂബർട്ടി അല്ലെങ്കിൽ അകാല കൗമാരം. സാധാരണ ഒരു കുട്ടി 10-13 വയസ്സ് 13-14 വയസ്സൊക്കെ ആകുമ്പോഴാണ് ആദ്യമായിട്ട് ആർത്തവം കാണുന്നത്. ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ അതെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാണാതെ 7-8 വയസ്സിൽ തന്നെ ശരീരത്തിന് കൗമാര രീതിയിലുള്ള മാറ്റവും അതേപോലെ തന്നെ ഒരു 8-9 വയസ്സാകുമ്പോൾ തന്നെ ആദ്യത്തെ ആർത്തവം അല്ലെങ്കിൽ മെനാർക്ക് കാണുന്നതിനെയാണ് പ്രിക്കോഷ്യസ് പ്യൂബർട്ടി അല്ലെങ്കിൽ അകാല കൗമാരം എന്ന് പറയുന്നത്. ഈ അകാല കൗമാരം അല്ലെങ്കിൽ പ്രിക്കോഷ്യസ് പ്യൂബർട്ടി ഗേൾസിന് മാത്രമല്ല ആൺകുട്ടികൾക്കും വരാറുണ്ട്. ഇതേപോലെ തന്നെ ഒരു 9 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ അവർക്ക് ഈ ബോൺസിനൊക്കെ ഭയങ്കര സ്ട്രെങ്ത് ഉണ്ടാവുക, പിന്നെ മീശ താടി പോലത്തെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കിളിച്ചു തുടങ്ങുക. അപ്പോൾ അതൊക്കെയാണ് ബോയ്സിൽ അകാല കൗമാരമാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പൊതുവെ പ്യൂബർട്ടി എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഹോർമോൺസ് ഇതിൽ നല്ല രീതിയിൽ ആക്ട് ചെയ്യുകയും നമ്മുടെ ബോഡിക്ക് അതിൻ്റെതായ ചേഞ്ചസ് വരുന്നുണ്ട്. അതാണ് ഈ പ്യൂബർട്ടി അല്ലെങ്കിൽ ഈ മെനാർക്ക്. ഇപ്പം മെനാർക്ക് എന്ന് പറഞ്ഞാൽ ഗേൾസിന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ അഡൾട്ടായി മാറുക എന്നുള്ളത് ഗേൾസിനും ബോയ്സിനും ബാധകമാണല്ലോ. അപ്പോൾ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആവും എന്ന് വെച്ചാൽ ബോൺസിനും മസിൽസിനും ഒക്കെ ഭയങ്കര സ്ട്രെങ്ത് ആയിരിക്കും. ബോഡിയുടെ ഷേപ്പ്, സൈസൊക്കെ ചേഞ്ച് ആവുന്നുണ്ട്. അതേപോലെ തന്നെ സെക്ഷൽ ഓർഗൻസും സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സൊക്കെ ഒരു കുട്ടിയിൽ വളരുന്നു, ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് പ്യൂബർട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഗേൾസിനും ബോയ്സിനും ഒരുപോലെ അഫക്റ്റ് ചെയ്യാവുന്ന ഒരു അവസ്ഥയാണ് അകാല കൗമാരം എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രത്യേകിച്ച് ഇതിന് ഇന്നൊരു കാരണം കൊണ്ടാണ് ഈ ഒരു അവസ്ഥ വരുന്നു എന്ന് ഇതുവരെ നമ്മൾ ആരും പറഞ്ഞിട്ടില്ല, കണ്ടുപിടിച്ചിട്ടുമില്ല. പക്ഷേ കുറേ ചിലപ്പോൾ ഇതുകൊണ്ടാവാം എന്ന് പറഞ്ഞിട്ട് കുറേ കാരണങ്ങൾ പറയുന്നുണ്ട്. അതിൽ ആദ്യത്തേതാണ് ഹോർമോണൽ ഡിഫക്റ്റ്. ഹോർമോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സാധനമാണ്. നമുക്ക് അതിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റോ വ്യതിയാനമോ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ അസുഖങ്ങൾ പലതും ഉണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ ഹോർമോൺസിൻ്റെ കൂടുതലും കുറവുമൊക്കെയാണ് ഇവിടെയും അകാല കൗമാരം ഉണ്ടാവാൻ ആദ്യത്തെ കാരണമായിട്ട് പറയുന്നത്. രണ്ടാമത്തേത് പറയുന്നത് ഇൻഫെക്ഷൻസ് ആണ്. അപ്പോൾ ബ്രെയിനിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, പിന്നെ മെനിഞ്ചൈറ്റിസ് പോലത്തെ പനി, മസ്തിഷ്ക പനി എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതേപോലത്തെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വല്ലതും ഉണ്ടെങ്കിലും അകാല കൗമാരം കാണാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ജനിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ബ്രെയിനിന് ഇഞ്ചുറീസ് സംഭവിച്ചിട്ടുണ്ടെങ്കിലോ, പിന്നെ അതേപോലെ തന്നെ ട്യൂമേഴ്സും സിസ്റ്റും അതുപോലെ എന്തെങ്കിലും ലീഷൻസ് ബ്രെയിനിൽ വളരുന്നുണ്ടെന്നുണ്ടെങ്കിലും അകാല കൗമാരം പോലത്തെ അവസ്ഥ വരാൻ. സോ ഇപ്പോൾ ഹോർമോണൽ ഡിഫക്ട്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാവണമെങ്കിൽ പ്യൂബർട്ടി എന്താണെന്നും അതിൽ ഏതൊക്കെ ഹോർമോൺസാണ് ആക്ട് ചെയ്യണമെന്നും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ ഞാൻ ഒന്ന് ചുരുക്കി പറയാം എന്താണെന്ന്. ബ്രെയിനിൻ്റെ സെൽസിനകത്തുനിന്ന് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ എന്ന് പറഞ്ഞൊരു ഹോർമോൺ റിലീസ് ആവുന്നുണ്ട്. അത് നേരെ വന്ന് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലോട്ട് എത്തുന്നു. അവിടെ എത്തുമ്പോഴത്തേനും പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സ്റ്റിമുലേറ്റ് ആയിട്ട് ഗേൾസിൽ ഓവറിലോട്ട് ഒരു സ്റ്റിമുലേഷനും കൊടുക്കും, ബോയ്സിനാണെങ്കിൽ ടെസ്റ്റിസിലോട്ട് ഒരു സ്റ്റിമുലേഷൻ കൊടുക്കും. അപ്പോൾ ഇത് രണ്ടും സ്റ്റിമുലേറ്റ് ആകുമ്പോഴത്തേനും ഓവറിക്കകത്തുനിന്ന് ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ടെസ്റ്റിസിനകത്തുനിന്ന് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞൊരു ഹോർമോണും പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. അപ്പോൾ ഇത് ഓവർ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ GnRH, നേരത്തെ പറഞ്ഞ പോലെ ഗൊണഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോണിൻ്റെ ഒരുപാടുള്ള പ്രൊഡക്ഷൻ കാരണം തന്നെ ഈ ഒരു 2 ഹോർമോൺസ്, അതായത് ഈസ്ട്രോജനും ടെസ്റ്റോസ്റ്റിറോണും അളവ് കൂടുന്നു. അത് കാരണം തന്നെ അവരിൽ നേരത്തെയുള്ള ഈ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സൊക്കെ നേരത്തെ ഫോം ചെയ്യുകയും വളർച്ച ഒരുപാടാവുകയും. നമുക്കെല്ലാവർക്കും അറിയാം ഈസ്ട്രോജനും ടെസ്റ്റോസ്റ്റിറോണുമാണ് ഏറ്റവും കൂടുതൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൂടുന്തോറും നമ്മുടെ ബോഡിയിലുള്ള സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സൊക്കെ കൂടും. എന്തൊക്കെയാണ് ഈ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ കക്ഷത്തിലൊക്കെ വളരുന്ന മുടി, പിന്നെ ഗേൾസിനാണെങ്കിൽ ബ്രസ്റ്റിൻ്റെ വളർച്ച, പിന്നെ പ്രൈവറ്റ് പാർട്സിലൊക്കെ ഹെയർസ് ഉണ്ടാവുന്നത്, ഇതൊക്കെയാണ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. അപ്പോൾ അതൊക്കെ തന്നെ ഒരുപാട് കൂടുന്നു. ഈ നമ്മുടെ ഹോർമോൺ കൂടുന്നതിനനുസരിച്ച് ബോഡിയിൽ ആ ഒരു മാറ്റവും കണ്ടുവരുന്നുണ്ട്. ഇതൊക്കെയാണ് അകാല കൗമാരത്തിൽ ശരിക്കും കാണുന്നത്. അപ്പോൾ പ്രിക്കോഷ്യസ് പ്യൂബർട്ടി പറയുമ്പോൾ നമ്മൾ പറയാണ്ട് 2 കാര്യങ്ങളാണ് ഇതിൻ്റെ ടൈപ്സ്. ഇത് 2 തരത്തിൽ പറയുന്നുണ്ട്. സെൻട്രൽ പ്രിക്കോഷ്യസ് പ്യൂബർട്ടിയും പെരിഫറൽ പ്രിക്കോഷ്യസ് പ്യൂബർട്ടിയും എന്ന് പറഞ്ഞ് 2 ടൈപ്സ് ആയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം എന്താണെന്ന്.
സെൻട്രൽ പ്രിക്കോഷ്യസ് പ്യൂബർട്ടി. സെൻട്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോഡിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടായ ബ്രെയിനിൽ നിന്ന് തന്നെയാണ് ഈ സെൻട്രൽ പ്രിക്കോഷ്യസ് പ്യൂബർട്ടിക്ക് കാരണമായ ഡിഫക്റ്റുകൾ ബ്രെയിനിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അതായത് ഇപ്പം നമ്മൾ പറയുവാണെങ്കിൽ ബ്രെയിനിലൊരു ട്യൂമർ അല്ലെങ്കിൽ ബ്രെയിനിൽ എന്തെങ്കിലും ഇഞ്ചുറി ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് നമുക്ക് അവിടെ നമ്മുടെ ഹോർമോൺസ് എല്ലാം കൂടി മാറി മറിഞ്ഞ് അങ്ങനെ പ്രിക്കോഷ്യസ് പ്യൂബർട്ടി ഉണ്ടാവുന്നുണ്ട്. എന്തൊക്കെയാണ്? ബ്രെയിനിലും സ്പൈനൽ കോഡിലും ഉണ്ടാകുന്ന ട്യൂമർ, അല്ലെങ്കിൽ ജനിക്കുന്ന സമയത്ത് തന്നെ ഹൈഡ്രോസെഫാലിസം എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. ബ്രെയിനിൽ അല്ലെങ്കിൽ തലയിൽ തന്നെ ഒത്തിരി വെള്ളം ഇങ്ങനെ കൂടിയിട്ട് ഫ്ലൂയിഡ് കൂടുതലുള്ള ഒരു അവസ്ഥ, ഹൈഡ്രോസെഫാലിസ്. അപ്പോൾ അത്തരം കണ്ടീഷനിലും ബ്രെയിനിൽ ഡിഫക്റ്റ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് പ്രിക്കോഷ്യസ് പ്യൂബർട്ടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ക്യാൻസർ അല്ലാത്ത ട്യൂമർ, ഹെമറ്റോമ എന്ന് പറയും അതിന്. ക്യാൻസർ അല്ലാത്ത ട്യൂമേഴ്സ് ബ്രെയിനിലുണ്ടെന്നുണ്ടെങ്കിലും പ്രിക്കോഷ്യസ് പ്യൂബർട്ടി വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ റേഡിയേഷൻ, ഇപ്പോൾ എന്തെങ്കിലും ക്യാൻസർ പോലത്തെ അസുഖം വന്ന കുട്ടികൾക്ക്, കുഞ്ഞിലെ തന്നെ വരുന്ന കുട്ടികൾക്ക് റേഡിയേഷൻ തെറാപ്പിക്ക് വേണ്ടി അവർ വിധേയരാകുമ്പോഴത്തേനും അവർക്ക് റേഡിയേഷൻസ് കൂടുതൽ അടിച്ചിട്ട് ബ്രെയിനിൽ ഡിഫക്റ്റ് സംഭവിക്കുകയും അങ്ങനെ ഈ ഒരു അവസ്ഥ വരികയും ചെയ്യുന്നു. കണ്ടീഷനാണ് കൺജനൈറ്റൽ എഡ്രീനൽ ഹൈപ്രോപ്ലാസിയ എന്ന് പറയുന്നത്. എഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞൊരു ഗ്ലാൻഡ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ, കിഡ്നിയുടെ മുകളിലായിട്ട് കാണുന്ന ഒരു ഗ്ലാൻഡാണ്. അപ്പോൾ അതിനകത്തുനിന്നും കുറേ ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. അപ്പോൾ ആ അഡ്രിനൽ ഗ്ലാൻഡിൽ ഒരു കൂട്ടം ഹോർമോൺസ് കയറി ഡിഫക്റ്റ് ചെയ്തിട്ട് കുറേ ജനറ്റിക് ഡിസോർഡേഴ്സ് അങ്ങ് ഉണ്ടാക്കും. അപ്പോൾ അതിലൊന്നായിട്ട് പ്രിക്കോഷ്യസ് പ്യൂബർട്ടി വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് പറഞ്ഞാണ് ഹൈപ്പോതൈറോയിഡിസം. അത് എല്ലാവർക്കും അറിയാം. തൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്നും തൈറോക്സിൻ എന്ന് പറഞ്ഞ ഹോർമോൺസിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ഹൈപ്പർ തൈറോയിഡിസം. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ഉള്ളവർക്കും പ്രിക്കോഷ്യസ് പ്യൂബർട്ടി കാണുന്നുണ്ട്. നേരെ പെരിഫറൽ പ്രിക്കോഷ്യസ് പ്യൂബർട്ടി എന്താണെന്ന് നോക്കാം. സെൻട്രൽ പ്രിക്കോഷ്യസ് പ്യൂബർട്ടി പറഞ്ഞപ്പോൾ നമ്മളതിൽ പറഞ്ഞു ബ്രെയിനിലും സ്പൈനൽ കോഡിലും ഉള്ള ഡിഫക്റ്റ് കാരണമാണ് വരുന്നതെന്ന്. പക്ഷേ പെരിഫറലിലോട്ട് വരുമ്പോൾ നേരെ വരുന്നത് ഹോർമോൺസ് ആണ്. പെരിഫറലിലോട്ട് വരുമ്പോഴത്തേനും ഇതിൻ്റെ അകത്ത് ഹോർമോൺസ് ആണ് ആക്ട് ചെയ്യുന്നത്. ഈസ്ട്രജനും ടെസ്റ്റോസ്റ്ററോണുമാണ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സും പിന്നെ അതുപോലെ വളർച്ചയൊക്കെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഹോർമോണുകൾക്ക് മാത്രം ഉള്ള ഡിഫക്റ്റാണ്. ഈ ഹോർമോൺ ഡിഫക്റ്റ് ആവണമെങ്കിൽ ഓവറീസിൽ എന്തെങ്കിലും പ്രശ്നം കാണണം, ഇല്ലെങ്കിൽ ടെസ്റ്റിസിൽ എന്തെങ്കിലും പ്രശ്നം കാണണം ബോയ്സിനാണെങ്കിൽ. പിന്നെ അതുപോലെ ഇതിൻ്റെ ഉറവിടമായ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ മാത്രം എന്തെങ്കിലും ട്യൂമർ അതുപോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിലും, പിന്നെ അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്നും ആൻഡ്രോജൻസ് എന്ന് പറഞ്ഞൊരു ഹോർമോണും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്നും എന്തെങ്കിലും ഡിഫക്റ്റ്. അപ്പോൾ ഇത് ബ്രെയിനും സ്പൈനൽ കോഡായിട്ട് ബന്ധമില്ല ഈ പെരിഫറൽ പ്രിക്കോഷ്യസ് പ്യൂബർട്ടിക്ക്. സെൻട്രലിലാണെങ്കിൽ ബ്രെയിനാണ് മെയിനായിട്ട്. പിന്നെ പെരിഫറൽ പ്രിക്കോഷ്യസ് പ്യൂബർട്ടി ഉണ്ടാവാനുള്ള അടുത്ത കാരണമാണ് പുറത്തുനിന്നുള്ള എക്സ്പോഷർ. അതെന്താണെന്ന് വെച്ചാൽ ചിലർക്ക് വീട്ടിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈസ്ട്രോജൻ്റെയും ടെസ്റ്റോസ്റ്ററോണിൻ്റെയും ഹോർമോൺ ടാബ്ലറ്റ് ഒക്കെ അവരിങ്ങനെ കഴിക്കും പല അസുഖങ്ങൾക്കും വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികളൊക്കെ അതെടുത്ത് കഴിക്കുവാണെങ്കിലോ അങ്ങനെ ഒരു എക്സ്പോഷർ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് പ്രിക്കോഷ്യസ് പ്യൂബർട്ടി വരും. കാരണം നമ്മുടെ ബോഡിക്കകത്ത് കൂടുതലും ഈസ്ട്രോജനും ടെസ്റ്റോസ്റ്ററോണും ഈ ടാബ്ലറ്റ് രൂപേണ അവരുടെ ഉള്ളിലോട്ട് പോകുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാവാം. അതൊക്കെ പെരിഫറൽ പ്രിക്കോഷ്യസ് പ്യൂബർട്ടിയുടെ താഴെയാണ് വരുന്നത്. ഗേൾസിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈസ്ട്രോജൻ ആണല്ലോ പെരിഫറൽ പ്രിക്കോഷ്യസ് പ്യൂബർട്ടിക്ക് ഈസ്ട്രോജൻ ടെസ്റ്റോസ്റ്ററോൺ ആണ് കൂടുതലും കാരണമെന്ന് പറഞ്ഞു. അപ്പം ഈസ്ട്രോജൻ ഉണ്ടാക്കുന്നത് എവിടെ നിന്ന്? ഓവറിക്കകത്തുള്ള സെൽസിൽ നിന്നാണ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും സിസ്റ്റം ഓവേറിയൻ ട്യൂമേഴ്സ് ഒക്കെയാണ് ഗേൾസിലും. പിന്നെ ബോയ്സിലാണെങ്കിൽ അപ്പോൾ ഈ ജേം സെൽസ് എന്ന് പറഞ്ഞാൽ സ്പേം ഉണ്ടാക്കുന്ന സെൽസാണ്, ബീജാണു എന്ന് പറയുന്നില്ലേ. അപ്പോൾ അത് ഉണ്ടാക്കുന്ന സെൽസും പിന്നെ അതേപോലെ തന്നെ ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാക്കുന്ന ലേഡിങ് സെൽസ് എന്ന് പറയും. അതിലും എന്തെങ്കിലും ഡിഫക്റ്റോ ട്യൂമറോ ഉണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ ഹോർമോണൽ ഡിഫക്റ്റ് വരികയും പ്രിക്കോഷ്യസ് പ്യൂബർട്ടി ഉള്ള അവസ്ഥ വരികയും ഉണ്ട്. പിന്നെ ഏറ്റവും റെയറായിട്ട് കാണുന്നതാണ് ഗൊണാഡോട്രോപ്പിൻ്റെ ഒരു ഇഷ്യൂ കാരണം തന്നെ ഈ ചില കുട്ടികൾക്ക് ഫാമിലി പരമായിട്ടൊക്കെ നേരത്തെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും ഈ 1 തൊട്ട് 4 വയസ്സിനിടയിലൊക്കെ അവർക്ക് ഓവറായിട്ട് ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡ്യൂസ് ആവുകയും അവർക്കും ഇതുപോലെ 7-8 വയസ്സാകുമ്പോൾ തന്നെ പ്രിക്കോഷ്യസ് പ്യൂബർട്ടി ഉണ്ടാവുകയും ചെയ്യുന്നത്. അത് റെയർ കണ്ടീഷനാണ്. ഈ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ വരുന്നത് റെയർ കണ്ടീഷനാണ്. സിംറ്റംസ് എന്ന് വെച്ചാൽ ഇപ്പം ഇത്രയും പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഒരുവിധം സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ ഒരുവിധം മനസ്സിലായി കാണും. ഗേൾസിനാണെങ്കിൽ 7-8 വയസ്സിനുള്ളിൽ കാണുന്നു. ബോയ്സിനാണെങ്കിൽ
9 വയസ്സിനുള്ളിലും ഈ പറയുന്ന സിംറ്റംസ് കാണുന്നുണ്ട് അല്ലെ. പെനിസും ടെസ്റ്റിക്കിൾസും ഒക്കെ വലിയ രീതിയിലാവും. പിന്നെ ഹെയർസ് ഒക്കെ നേരത്തെ തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ അവരുടെ വോയിസ് എന്ന് പറയുമ്പോൾ ഈ ഒരു 14-15 വയസ്സിലാണല്ലോ, അറൗണ്ട് ആ വയസ്സിലാണ് ഇവർക്കൊക്കെ വോയിസിൽ നല്ല ഒരു കട്ടിയൊക്കെ വരുന്നത്. പക്ഷേ ഈ കുട്ടികൾക്ക് 9 വയസ്സിന് താഴെ തന്നെ ഇവർക്ക് വോയിസിൽ ഡിഫറൻസ് ഒക്കെ വരും. അതേപോലെ തന്നെ ബോൺസിനും മസിൽസിനും ഒക്കെ ഭയങ്കര സ്ട്രെങ്ത് ആയിരിക്കും 9 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തന്നെ. ഇതൊക്കെയാണ് ആൺകുട്ടികളിൽ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ. ഇനി പെൺകുട്ടികളിലാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നേരത്തെ തന്നെ പീരിയഡ്സ് ഉണ്ടാവുന്നുണ്ട്. മെനാർക്ക് എന്ന് പറഞ്ഞ കണ്ടീഷൻ നേരത്തെ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ ബ്രസ്റ്റ് ഒക്കെ നേരത്തെ വളരുന്നുണ്ട്, ബ്രസ്റ്റിൻ്റെ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ കക്ഷത്തിലൊക്കെ മുടി, അതുപോലത്തെ ഹെയർസും, പിന്നെ പ്രൈവറ്റ് ഏരിയയിലൊക്കെ ഹെയർസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് വളർച്ച നല്ല വളർച്ചയിൽ എത്തുന്നുമുണ്ട്. ഇതൊക്കെയാണ് ഗേൾസിനുണ്ടാവുന്ന ലക്ഷണങ്ങൾ. സോ ലക്ഷണങ്ങൾ ഒരുവിധം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ആർക്കൊക്കെയാണ് പ്രിക്കോഷ്യസ് പ്യൂബർട്ടി ഉണ്ടാവാൻ കൂടുതൽ ചാൻസ് ഉള്ളത്? ആദ്യം തന്നെ ഒരു പെൺകുട്ടി, ആൺകുട്ടികളെക്കാളും പെൺകുട്ടികൾക്കാണ് കൂടുതലും ഈ ഒരു അവസ്ഥ വരാൻ കാരണം. പിന്നെ അതേപോലെ തന്നെ തടിയുള്ള, അതായത് കുറച്ച് വെയിറ്റ് ഒക്കെ ഉള്ളത്, നമ്മുടെ ഹൈറ്റിനും വെയിറ്റിനും ഈക്വൽ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഹൈറ്റ് കുറവും വെയിറ്റ് കൂടുതലും ഒക്കെ ആണെന്നുള്ള കുട്ടികളുണ്ടല്ലോ, നല്ല ചബ്ബി ആയിട്ടിരിക്കുന്ന കുട്ടികൾ, അവർക്കൊക്കെ ഇതുപോലത്തെ ഒരു കണ്ടീഷൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ വീട്ടിൽ ഇതുപോലെ ആരെങ്കിലും സപ്ലിമെൻറ്റ്സ്, ഹോർമോൺ സപ്ലിമെൻറ്റ്സ് ആയിട്ട് ഈസ്ട്രജൻ ഹോർമോൺസും ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺസും ഒക്കെ കഴിക്കുന്നവർ ഉണ്ടെങ്കിൽ അവർ കുട്ടികളെ നല്ലപോലെ ശ്രദ്ധിക്കണം. ഈ കുട്ടികൾക്ക് അറിയാതെ തന്നെ ഇതെടുത്ത് അവർ കഴിക്കുവാണെങ്കിൽ അവർക്ക് ഈ ഹോർമോൺസിൻ്റെ അളവ് കൂടുകയും പ്രിക്കോഷ്യസ് പ്യൂബർട്ടി പോലത്തെ ഒരു കണ്ടീഷൻ അവർക്കും പെട്ടെന്ന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. റേഡിയേഷന് വിധേയമായ കുട്ടികൾ, ചെറുതിലെ തന്നെ ക്യാൻസർ പോലത്തെ അസുഖങ്ങളൊക്കെ വന്നിട്ട് റേഡിയേഷൻ പോലത്തെ പ്രക്രിയയ്ക്ക് വിധേയമായി കഴിഞ്ഞാൽ അവർക്കും ബ്രെയിൻ സെൽസിൽ മാറ്റം വന്നിട്ട് പ്രിക്കോഷ്യസ് പ്യൂബർട്ടി വരാൻ ചാൻസ് ഉണ്ട്. ഇനി പ്രിക്കോഷ്യസ് പ്യൂബർട്ടിയുടെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇത് വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഷോർട്ട് ഹൈറ്റ് ആയിരിക്കും. പ്രിക്കോഷ്യസ് പ്യൂബർട്ടി വന്ന ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർക്ക് ഹൈറ്റ് വളരെ കുറവായിരിക്കും. എന്താണ് കാരണം? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഗ്രോത്ത് ഹോർമോൺസും പിന്നെ അതേപോലെ തന്നെ ഈ എല്ലാ ഹോർമോൺസിൻ്റെ ഓവർ പ്രൊഡക്ഷനാണ് ഇങ്ങനൊരു കണ്ടീഷൻ വരുന്നതെന്ന്. പക്ഷെ ആദ്യം മാത്രമേ ഈ ഒരു കണ്ടീഷൻ വരത്തുള്ളൂ. ഇപ്പോൾ സാധാരണ കുട്ടികൾ ഒരു 13-14 വയസ്സാകുമ്പോഴാണ് അവർക്ക് പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുകയും അറൗണ്ട് 21 വയസ്സ് വരെ അവർ വളർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്, അവരുടെ ബോൺസ് വളർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ കുട്ടികൾക്ക് എന്താണ്, 9 വയസ്സിന് മുമ്പ് തന്നെ വളർച്ച സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആദ്യത്തെ കുറേ ദിവസം നല്ല രീതിയിൽ വളരുകയും ഒരു 13-14 വയസ്സ് എത്തുമ്പോഴത്തേനും അവരുടെ ബോൺ കംപ്ലീറ്റ് ആയിട്ട് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞു, നല്ല വളർന്നു. പിന്നെ അതങ്ങോട്ട് വളരത്തില്ല, അതങ്ങ് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേനും അവിടെ വെച്ച് അവരുടെ ഹൈറ്റും അവരുടെ വളർച്ചയും സ്റ്റോപ്പ് ആകും. അപ്പോൾ അത് അങ്ങനെ വരുമ്പോഴത്തേനും ഷോർട്ട് ഹൈറ്റ് ആകും. മറ്റ് കുട്ടികളെക്കാളും ഇവർ ഷോർട്ട് ഹൈറ്റ് ആയിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ കോംപ്ലിക്കേഷൻ തന്നെ ഷോർട്ട് ഹൈറ്റ് ആണ് ഇതിന് പറയുന്നത്. സോഷ്യലായിട്ടും അവർക്കൊരു ഇമോഷണലായിട്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. കാരണം മറ്റു കുട്ടികളെക്കാളും നമ്മളുടെ ബോഡിയിൽ ചേഞ്ചസ് അവർക്ക് മനസ്സിലാവുകയും അത് നമ്മൾ മറ്റുള്ളക്കാരും വ്യത്യസ്തരാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുകയും അതിൽ തന്നെ അവർക്ക് വിഷാദ രോഗം പോലത്തെ കണ്ടീഷനിലൊക്കെ അവർ എത്തിപ്പെടാനും ചാൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ ഡയഗ്നോസിസ് എന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആദ്യം തന്നെ ഫിസിക്കൽ എക്സാമിനേഷനാണ് നോക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരാളുടെ ബോഡി കാണുമ്പോൾ തന്നെ അറിയാം അയാൾക്ക് കുട്ടിക്ക് എത്രത്തോളം വളർച്ചയുണ്ട്, അകാല കൗമാരം ആ കുട്ടി അറ്റൈൻ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്ക് ആദ്യം തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതാണ് ഫാമിലിയിലുള്ള ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഉണ്ടോ, ഫാമിലിയിൽ ഇതുപോലെ നേരത്തെ പ്യൂബർട്ടി അറ്റൈൻ ചെയ്ത ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് രണ്ടാമത്തെ ഡയഗ്നോസിസ് ആയിട്ട് പറയുന്നത്. പിന്നെ ബ്ലഡിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഹോർമോൺസും, തൈറോയ്ഡ് ഹോർമോണ്, ബാക്കിയുള്ള ഹോർമോൺസ് ഒക്കെ ബ്ലഡിൽ അതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്തിട്ട് അതിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്നതാണ് എക്സ്റേസ് കൊണ്ട് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്ന് വെച്ചാൽ കൈയുടെ ഈ ഭാഗത്ത്, കൈയുടെ വ്രിസ്റ്റിൻ്റെ ഭാഗം, ഇതിനെയാണ് നമ്മൾ വ്രിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗത്തായിട്ട് എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ബോൺ വളർച്ച നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇവിടാണ്. അപ്പോൾ ഇതിൽ എക്സ്റേ എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ബോണിൻ്റെ വളർച്ച ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എത്രത്തോളം ബോൺ മെച്യൂരിറ്റിയിൽ എത്തിയിട്ടുണ്ടോ ഇല്ലേ, വളർച്ച നിന്നോ വളർന്നുകൊണ്ടിരിക്കുവാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് എക്സ്റേ വഴിയും പ്രിക്കോഷ്യസ് പ്യൂബർട്ടി ഡയഗ്നോസിസ് ചെയ്യുന്നത്. പിന്നെ
പിന്നെ MRI സ്കാന് നമുക്ക് കുട്ടികൾക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ട്യൂമർ എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിലും പിന്നെ 6 വയസ്സിനുള്ള കുട്ടികൾക്ക് 6 വയസ്സിന് താഴെ തന്നെ ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ വഴിയില്ലാതെ MRI ചെയ്യാം. ബ്രെയിനിൽ MRI ചെയ്ത് നോക്കുമ്പോഴും എന്തെങ്കിലും ട്യൂമറോ എന്തെങ്കിലും കാരണം ബ്രെയിനിൽ എന്തെങ്കിലും വളർച്ച എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അങ്ങനെ നമുക്ക് പ്രിക്കോഷ്യസ് പ്യൂബർട്ടി കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓവറീസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അൾട്രാസൗണ്ട് സ്കാനിങ് വഴി, സാധാരണ സ്കാനിങ് വഴി ഓവറീസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും പ്രിക്കോഷ്യസ് പ്യൂബർട്ടീനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഉപാധിയാണ്. പ്രിക്കോഷ്യസ് പ്യൂബർട്ടി വരാണ്ട് എങ്ങനെ നമുക്ക് തടുത്തു നിർത്താം? അതായത് ഇപ്പോൾ ബ്രെയിനിൻ്റെ ഡിഫക്റ്റ് കൊണ്ടോ ഓവറീസിൻ്റെ ഡിഫക്റ്റ് കൊണ്ടോ വരുന്നതിനൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഹോർമോൺസ് നമുക്ക് ഒരുവിധം മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ ആരെങ്കിലും സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ അവരൊന്ന് സൂക്ഷിക്കുക കുട്ടികളിൽ നിന്നും. അതേപോലെ തന്നെ കുട്ടീനെ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എൻകറേജ് ചെയ്ത് കൊടുക്കുക. കുട്ടിക്ക് യോഗ പഠിപ്പിച്ചു കൊടുക്കുക. അത് കുട്ടികളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മൈൽഡ് എക്സസൈസും ചെറിയ യോഗയും പിന്നെ ഫുഡൊക്കെ തന്നെ ബേക്കറി ഐറ്റംസ് ഒക്കെ നിർത്തിയിട്ട് നല്ല ചബ്ബി ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാരണങ്ങൾ നമ്മൾ തന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇതൊരുവിധം തടഞ്ഞു നിർത്താൻ പറ്റും. പിന്നെ ഇത് ചികിത്സ എന്ന് പറയുമ്പോൾ ഇതിന് ഗോണഡോട്രോപ്പിൻ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ബ്രെയിനിൽ സെൽസിൽ നിന്ന് വരുന്ന ഹോർമോൺസിൻ്റെ പ്രശ്നം കൊണ്ട് വരുന്നത്. അതൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷനും സർജറീസും പിന്നെ ട്യൂമറൊക്കെ ആണെങ്കിൽ സർജറി ചെയ്തിട്ടൊക്കെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പറയുന്നത്. സോ ഓക്കെ ഫ്രണ്ട്സ്, ഇതൊരു ചെറിയ ടോപ്പിക്കാണ്. ഇനി ഒരു ടോപ്പിക്കും കൂടെ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ചെയ്യാത്തത്. സോ ഈ ഒരു ചെറിയ ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തായാലും നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടും ഇരിക്കുക. താങ്ക് യു സോ മച്ച്.